ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 2 ശമൂവേൽ 22:31 ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. അതെ, കർത്താവിന്റെ വചനം പറയുന്നു, തന്നെ ശരണമാക്കുന്ന ഏവർക്കും എന്റെ യേശു, എന്റെ ദൈവം പരിചയാകുന്നു എന്ന കർത്താവിന്റെ വചനം പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വഴിയെ പറ്റിയിട്ട് എന്താ പറയുന്നത്? തികവുള്ളത്, പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി, ബ്ലെയിംലെസ് ആയിട്ടുള്ള വഴി. അതെ, ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു വഴി, ഇത്രയും നേർവഴിക്ക് നടത്തുന്ന വേറെ ആരുമില്ല, എന്റെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്, പെർഫെക്റ്റ് ആണ്, ബ്ലെയിംലെസ് ആണ്. യഹോവയുടെ വചനം ഊതിക്കഴിച്ചതെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതെ, അത് ഊതിക്കഴിച്ചതാകുന്നു, ശുദ്ധി ചെയ്ത വചനമാകുന്നു. ഈ വചനം ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിന്മേൽ വിടുതലുകളും അത്ഭുതങ്ങളും സംഭവിച്ചിരിക്കും. യേശുവിലും അവന്റെ വചനത്തിലും വിശ്വസിച്ചിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ ജീവിതത്തിന്മേൽ വിടുതൽ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. അവൻ നമ്മുടെ പാതകളെ നിരപ്പാക്കുന്നു, വളഞ്ഞ വഴികളെ അവൻ നിരപ്പാക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? യെശയ്യാവ് 45:2 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. അതെ, അവന്റെ വചനം കടന്നു ചെല്ലുന്നിടത്ത് വിടുതലുണ്ട്. അവന്റെ സാന്നിധ്യം കടന്നു ചെല്ലുന്നിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ ചില വളഞ്ഞു കിടക്കുന്ന വഴികളെ സ്വർഗത്തിന്റെ ദൈവം നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ചില ദുർഘടങ്ങളെ ദൈവം സമഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. സ്വർഗത്തിന്റെ ദൈവം ആരുടെയൊക്കെയോ ജീവിതത്തിന്മേൽ അസാധാരണമായ പ്രവർത്തികൾ ഇന്ന് പകലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ആരോടോ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ നോക്കി നിങ്ങൾ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. എന്റെ യേശുവിൽ പൂർണ്ണമായി ഒന്ന് വിശ്വസിച്ചാട്ടെ, പൂർണ്ണമായിട്ട് ആശ്രയിച്ചാട്ടെ. അവൻ നമ്മുടെ പരിചയമാകുന്നു, അവൻ നമ്മുടെ സർവവുമാകുന്നു. ഇന്ന് പകലിൽ ആരുടെയൊക്കെയോ ജീവിതത്തിന്മേൽ ദൂതന്മാരിറങ്ങുന്നു. ചില വിടുതലിനായിട്ട് ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്നു. നിങ്ങളുടെ സംരക്ഷണത്തിനായി, നിങ്ങളുടെ വിടുതലിനായി. നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം എന്റെ യേശു കേട്ടിരിക്കുന്നു. നിങ്ങളുടെ കരച്ചിൽ നിർത്തിയാട്ടെ. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാമോ? അവൻ നിങ്ങളെ സന്തോഷത്തെ ഉടുപ്പിക്കുവാൻ പോകുന്നു. അവൻ നിങ്ങളെ സന്തോഷത്തെ ഉടുപ്പിക്കുവാൻ പോകുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ആരെങ്കിലും വല്ലാത്ത പ്രതിസന്ധിയിലിരുന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലപ്പൻ അവരെ വിടുവിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരുടെ പ്രതിസന്ധി അവരുടെ മുമ്പിൽ നിരപ്പായി തീരട്ടെ. അവരുടെ മുമ്പിൽ നിൽക്കുന്ന ദുർഘടങ്ങൾ നിരപ്പായി മാറട്ടെ. എന്റെ യേശുവിന്റെ സന്നിധിയിലേക്ക് അങ്ങനെയുള്ള വ്യക്തികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയ്ക്ക് നന്ദി. സകലമാനുമാത്വം കർത്താവിനെ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.